എല്ലാവർക്കും ഗാർഡൻ ടു കിച്ചൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് മെലസ്റ്റോമ പ്ലാന്റിനാണ്. മെലസ്റ്റോമ പ്ലാന്റ് എന്ന് പറയുമ്പോൾ അതിനെ പ്രിൻസസ് ഫ്ലവർ എന്ന പേരിലും ഈ പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട്. നല്ല മനോഹരമായ പർപ്പിൾ ഷെയ്ഡിലെ പൂക്കളാണ് ഇതിനുള്ളത്. നല്ല വയലറ്റ് ആൻഡ് പർപ്പിൾ അതുപോലെ നമുക്കിത് കാണാൻ പറ്റുന്ന ഒരു 5 ഇതളുള്ള പൂക്കളാണ് ഇതിൽ കാണുന്നത്. ഇത് കൂടുതലും ഒരു അലങ്കാര ചെടിയാണ്. പിന്നെ ഇതിനെക്കുറിച്ച് ഉള്ളത് പ്രത്യേകിച്ച് ഇത് ഏത് സീസണിലും നമുക്ക് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ്. ഇത് പ്രത്യേകിച്ച് വർഷത്തിൽ മുഴുവൻ എനിക്ക് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ് മെലാസ്റ്റോമ. പിന്നെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറയുമ്പോൾ ഞാൻ ചാണകപ്പൊടിയാണ് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഒരു 4 വർഷം പഴക്കമുള്ള ഒരു പ്ലാന്റാണ് ഇത് നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ ഇത് നന്നായിട്ട് വളരും. പിന്നെ ഇത് എല്ലാവരും അട്രാക്റ്റീവാണ്, മറ്റുള്ളവരെല്ലാം ആകർഷിക്കാൻ നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളാണ്. ഇതേ സെയിം 2 പ്ലാന്റാണ് ഉള്ളത്. ഇതിൻ്റെ വെള്ളയും ഇതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡും മെലസ്റ്റോമ ഉണ്ട്, പക്ഷേ എനിക്കത് ഇതുവരെ വളർത്തിയെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ ഇതിനെക്കുറിച്ച് പറയുമ്പം ഇത് കുറഞ്ഞ പരിചരണവും കുറഞ്ഞ പരിചരണം ഇതിനാവശ്യമുള്ളൂ. നമ്മൾ ചൂട് കാലത്ത്, അതായത് സമ്മറിൽ നമ്മൾ നന്നായിട്ട് വെള്ളം കൊടുക്കണം. പിന്നെ ഇതിന് മഴക്കാലത്ത് നമ്മൾ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, വളം മാത്രം പലപ്പോഴും കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. പിന്നെ ഈ ചെടിയെക്കുറിച്ച് പറയാൻ ഇതിൻ്റെ മറ്റൊരു പ്ലാന്റ് എനിക്കുണ്ട്. ആ ചെടിയുടെ ഞാൻ കാണിച്ചു തരാം. ഇതേ സെയിം കളറിൽ മറ്റൊരു പ്ലാന്റ് കൂടി എനിക്ക് വളർന്ന് കിട്ടിയിട്ടുണ്ട്. അതിൽ പൂക്കൾ ധാരാളമുണ്ട്, നന്നായിട്ട് പൂക്കൾ കിട്ടുന്നുണ്ട്. ഇത് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഒരു തൈ നമ്മൾ മേടിച്ച് വെക്കുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് വളർന്ന് കിട്ടും. ഇതിന് പ്രത്യേകിച്ച് വലിയ പരിചരണമൊന്നും ആവശ്യമുള്ള പ്ലാന്റ് അല്ല. നല്ല കളർഫുള്ളായ പർപ്പിൾ ഷെയ്ഡിലെ പൂക്കൾ, നമുക്ക് ധാരാളം പൂക്കളുണ്ടാവും. ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഒക്കെ ഇട്ട് കൊടുത്താൽ ധാരാളമായിട്ട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ ആർക്കും പെട്ടെന്ന് വളർത്തിയെടുക്കാം. പ്രത്യേകിച്ച് കീടശല്യങ്ങളൊന്നും വലുതായിട്ട് ഇതിലില്ല. ഇത് ബട്ടർഫ്ലൈ എല്ലാം ആകർഷിച്ച് തേനീച്ചകളും ബട്ടർഫ്ലൈയും ഒക്കെ ഇതിനകത്ത് എപ്പോഴും വന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കരുതേ. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.